ശ്രീജി, CJ റോയിയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് നടന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള ഉത്തരം കിട്ടുകയാണ്. അതായത് ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് ഞാൻ കടക്കുന്നു. റോയി തന്നെ പറയുന്ന കാര്യങ്ങൾ, അതായത് കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബം ബാധിക്കുന്ന കാര്യങ്ങൾക്ക് ഇനി വലിയ ബലമില്ലാതെ പോകും. റോയി നേരത്തെ തന്നെ ആത്മഹത്യ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അപ്പോഴും ഒരു ചോദ്യം, എന്തിന് ഈ ദിവസം, അതായത് ദുബായിൽ നിന്ന് ബാംഗ്ലൂർ വരെ എത്തി മരിക്കാൻ എന്തിന് തീരുമാനിച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ വിദേശ ബന്ധങ്ങളിൽ അദ്ദേഹം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലടക്കം ബിസിനസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ സ്റ്റെപ്പിൽ എവിടെയോ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ട് ചില പ്രതിസന്ധികൾ ഈ CJ റോയ്ക്ക് ഉണ്ടായിരുന്നു എന്നതിന്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇയാൾ എപ്പോഴും ഒരു കറുത്ത ബ്രീഫ് കേസ് കൂടെ കൊണ്ട് നടക്കും. ഈ ബ്രീഫ് കേസിൽ സൈലൻസർ പിടിപ്പിച്ച ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. ഈ ഗണ്ണ് ഉപയോഗിച്ചാണ് ഇയാൾ വെടിവെച്ചത്. ഇപ്പൊ പുറത്തു വരുന്നതെന്ന് പറയുന്നത് 7 മുതൽ 9 വരെ പേജുള്ള ഒരു എന്താ പറയുക ആത്മഹത്യാ കുറിപ്പെന്ന് വേണമെങ്കിൽ പറയാം. ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താ, ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ കുടുംബാംഗങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇനി ഇതിന്റെ പിൻഗാമി ആരായിരിക്കണം, ഈ സ്ഥാപനത്തിന്റെ, ഞങ്ങളുടെ കമ്പനിയുടെ ഒക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കമ്പനി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ പണം കൊടുക്കാനുണ്ടാവും, കുറെ പണം വാങ്ങാനുണ്ടാവും. ഇങ്ങനെ കടബാധ്യത ഉള്ള ആരൊക്കെ തരാനുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ CJ റോയ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ തന്റെ ഭാര്യയ്ക്ക് അറിയാമെന്ന് പറയുന്നു. മാത്രമല്ല, തന്റെ മകനായിരിക്കണം ഇനി ഈ കമ്പനിയെ നയിക്കേണ്ടി വരുന്നത്. ഒരുപാട് പേരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ കമ്പനി വളർന്ന് പടർന്ന് പന്തലിച്ചത്. അതിനുവേണ്ടി ശ്രമിച്ച ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ ഒരു കാരണവശാലും മാറ്റി നിർത്തുകയോ ഈ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞയക്കുകയോ ചെയ്യാൻ പാടില്ല. അവരെ കൂടെ നിർത്തണമെന്നും CJ റോയ് പറയുന്നു. അപ്പോൾ വളരെ കാലമായിട്ട് ആലോചിച്ചുറപ്പിച്ചതാണ് താൻ ജീവൻ ഒടുക്കാനായിട്ടുള്ള ഒരു നീക്കത്തിന് പിന്നിൽ എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രീഫ് കേസ് കൂടെ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ CJ റോയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ധനാഢ്യനാണ്. മാരുതി 800 കാർ മുതൽ റോൾസ് റോയ്സ് വരെയുള്ള ഒരുപാട് കാറുകളുടെ വലിയ ശേഖരമുണ്ട്. വിമാനം വാങ്ങാനായിട്ട് ശ്രമം നടത്തിയ ആളാണ്. അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയുടെ ഒരു ഹൈപ്പിലൂടെ വളർന്നു വന്ന ആളാണെന്നുകൂടെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇപ്പൊ ഈ പറയുന്ന CJ റോയ് ഏതെങ്കിലും ഒരു ബംഗളൂരുവില്ല തന്റെ ഒരു ഹോട്ടലിൽ താമസിക്കാൻ എത്തുന്നു നോക്കും. അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടലിൽ ഒരു റൂം ഫുള്ളായിട്ട് ഇദ്ദേഹം അങ്ങ് ബുക്ക് ചെയ്യും. ഇദ്ദേഹം ബംഗളൂരുവിൽ ഉൾപ്പെടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ 15ഓളം ബോഡി ഗാർഡുകളുടെ അകമ്പടിയോടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. എന്തിനാണ് 15ഓളം ബോഡി ഗാർഡുകളുടെ അകമ്പടി? അപ്പോൾ എന്തിനെയൊക്കെ ഭയക്കുന്നു? കൃത്യമായി പറഞ്ഞാൽ ഇരുട്ടിനെ ഭയക്കുന്ന അല്ലെങ്കിൽ രാത്രിയെ ഭയക്കുന്ന ഒരു വ്യക്തിയായിരുന്നു CJ റോയ്. കുറെ കാലമായിട്ട് അങ്ങനെയായിരുന്നു. അതിനു വേണ്ടിയിട്ട് എന്ത് പണവും ചെലവഴിക്കും ഈ ബോഡി ഗാർഡുകളുടെ സംരക്ഷണത്തിൽ കഴിയാനായിട്ട്. ചില ഹോട്ടലുകളിൽ താമസിച്ചാൽ അദ്ദേഹം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോകാനായിട്ട് ഒരു ലിഫ്റ്റ് എക്സ്ക്ലൂസീവായിട്ട് വേണം, ഇതിൽ മറ്റാരും കയറാൻ പാടില്ല, അതിലൂടെയുള്ള കാശ് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ചില നിബന്ധനകൾ ഈ CJ റോയ് വെച്ചു. തന്നെ ആരെങ്കിലും കൊല്ലുമോ അല്ലെങ്കിൽ വകവരുത്തുമോ എന്നുള്ള ഒരു വല്ലാത്ത ഭയം CJ റോയി അലട്ടിയിരുന്നു എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? തനിക്ക് മാത്രമായിട്ട് ഒരു ലിഫ്റ്റ് വേണം, താൻ താമസിക്കുന്ന ഫ്ലോറിൽ മുഴുവൻ ആ റൂം മുഴുവൻ ബുക്ക് ചെയ്ത്. എന്തിനാണ് ഈ റൂം ബുക്ക് ചെയ്യുന്നത്? ഈ ഫ്ലോറിലെല്ലാം തന്നെ ഈ ബോഡി ഗാർഡ്സ് ആണ്. അപ്പോൾ 10ഓ 15ഓ ബോഡി ഗാർഡ്സ് ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോൾ 5ഓ 8ഓ പേര് ഒരേ സമയം ഉണർന്നിരിക്കും. ബാക്കിയുള്ളവർ അവിടെ റെസ്റ്റ് എടുക്കും, മറ്റവർ മാറുമ്പോൾ ഇവർ ഉണർന്നിരിക്കും. അപ്പോൾ അത്രയും കാവലിൽ സുരക്ഷിതമായിട്ട് കഴിയുന്നു. ഒപ്പം എപ്പോഴും ബ്രീഫ് കേസിൽ ഒരു ഗണ്ണും കൊണ്ട് നടക്കുന്നു. എന്തിനാണ് ഈ CJ റോയ് ഇത്രയും ഭയപ്പെടുന്നത്? അപ്പോൾ CJ റോയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടോന്ന് സംശയം വരുന്നു. കൊല്ലത്തുകാരനായ ഒരു ബിസിനസ്സുകാരൻ, ഈ ബിസിനസ്സുകാരന്റെ സഹായിയായിട്ടാണ് 2 മലയാളികൾ ചെല്ലുന്നത്. ഒന്ന് നമ്പൂതിരിയാണ്, മറ്റൊരാൾ ഈ പറയുന്ന CJ റോയ് ആണ്. ഇവർ രണ്ടുപേരും കൊല്ലത്തുകാരനായ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ബിസിനസ്സുകാരന്റെ ഒപ്പം നിൽക്കുന്നു. പക്ഷേ ഫെർണാണ്ടസിന്റെ ചില നീക്കങ്ങൾ, ചില നടപടികൾ ഇവരെ സംശയത്തിന്റെ നിഴൽ നിർത്തുന്നു. ഇയാൾ ഈ കമ്പനി തകരുമെന്നൊക്കെ മനസ്സിലായപ്പോൾ പിന്നീട് ഈ പറയുന്ന നമ്പൂതിരി ഒരു കമ്പനി തുടങ്ങുന്നു. ഇതിലേക്ക് ഈ CJ റോയും ചേരുന്നു. പിന്നീട് ഒരു കാലത്ത് ഇതേ നമ്പൂതിരിയെ CJ റോയ് ചതിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ചതി നമ്പൂതിരിയുടെ കുടുംബത്തിന് നേരെയായി. അത് നമ്പൂതിരിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് CJ റോയുടെ വളർച്ച കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ്. 20 വർഷം കൊണ്ട് ഒരു കൂറ്റൻ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു. സ്വന്തം പിതാവ് ഒരു ബേക്കറി വ്യാപാരിയോ മറ്റോ ആയിരുന്നു. വളരെ ചെറിയ ഒരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ഇയാൾ വളർന്നു വന്നു. പക്ഷെ വളർന്നു വന്നപ്പോഴൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ താൻ ഒരു വലിയ സംഭവമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അത് അദ്ദേഹത്തിന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പൈസ ഉണ്ടല്ലോ, അത് പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും എപ്പോഴും മരണത്തെ വല്ലാതെ ഭയപ്പെടുന്നു. അപ്പോൾ വീണ്ടും 7 മുതൽ 9 പേജ് വരെയുള്ള ഒരു മരണക്കുറിപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു, ഡയറിക്കകത്ത് എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്നിഗ്ധ ഘട്ടം വരികയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യണമെന്ന് CJ റോയ് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു റെയ്ഡിനെത്തിയപ്പോൾ ഈ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ വരുന്നത്. സത്യത്തിൽ ആ ആത്മഹത്യയും ഈ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതാണ് സത്യം. ആദായ നികുതി ആ ഒരു സമയത്ത് ചെയ്യുമ്പോൾ ഇത് മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടില്ല എന്നൊരു പക്ഷേ റോയി ചിന്തിച്ചിട്ടുണ്ടാകാമായിരിക്കാം.
മാത്രമല്ല ഭാര്യയ്ക്കെല്ലാം അറിയാം എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം താൻ ഇതുവരെ നേടിയ കാര്യങ്ങൾ എങ്ങനെയാണ്, താൻ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ എങ്ങനെയാണ്. കാരണം 30 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെയാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഈ നമ്പൂതിരി എന്ന് പറയുന്ന ആളുമായുള്ള ഇയാളുടെ ബന്ധം അല്ലെങ്കിൽ ആ ഒരു ചതി നടന്നത് 30 വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പോഴുള്ള ഭാര്യയുമായി വിവാഹം കഴിച്ചിട്ട് 31 വർഷമായെന്നും പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണ് പറയുന്നത്. അതിൽ സ്ഥിരീകരണമില്ല, അവർ രംഗത്ത് വന്നിട്ടുമില്ല ഇതുവരെ. അവർ അങ്ങനെ വരേണ്ടതിന്റെ ആവശ്യകതയില്ല. എങ്കിൽ പോലും അത്തരം ഒരു ചതി നടന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്പൂതിരി എന്ന് പറയുന്നയാളും ജയിലിലായതിനു ശേഷം തിരിച്ചിറങ്ങി മാനഹാനി സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി എത്ര വലിയ പണക്കാരനാണെങ്കിലും എന്തൊക്കെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയാലും ഒരു ഘട്ടം എത്തുമ്പോൾ ഈ ചതിയുടെ ഒരു വല്ലാത്ത എന്താ പറയുക പ്രശ്നങ്ങൾ ഇയാളെ അലട്ടി തുടങ്ങും. കാരണം ഇത് ഒരാളെ ചതിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നാണ് ഞാൻ വളർന്നത് എന്നുള്ള ഒരു വല്ലാത്ത വേദന ഉണ്ടാകും. അതിലപ്പുറം അല്ലെങ്കിൽ വിദേശത്തുള്ള നിക്ഷേപങ്ങളിൽ തിരിച്ചടി കിട്ടിയെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇയാളുടെ നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അറബ് രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങളിലൊക്കെ പണം പറ്റിച്ചാലോ അല്ലെങ്കിൽ പണം തിരിച്ചടയ്ക്കാതെ വന്നാലോ, വാങ്ങിയ ഫണ്ടിന്റെ കൃത്യമായ കാര്യങ്ങൾ കൊടുക്കാതെ വന്നാലോ ഒക്കെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം അവിടെയൊക്കെ ജയിലിൽ അവർക്ക് CJ റോയി ഒന്നും MA സഫലിയൊന്നും ഇല്ല. അവര് ജയിലിൽ പിടിച്ചിട്ടാൽ അത് ഇട്ടത് തന്നെയാണ്. പിന്നെ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. അവർ പിടിച്ചിട്ടാൽ ഇട്ടത് തന്നെയാണ്, തിരിച്ചു വരില്ല. നമ്മളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാം. ഈ ബ്ലാക്ക് ബ്രീക്കേഴ്സില് കറുത്ത നിറത്തിലുള്ള അത് ബാഗില് അദ്ദേഹം തോക്കുണ്ട്. അത് ആ ബാഗ് സ്ഥിരമായി കൊണ്ടുപോകുന്ന ബാഗ് എന്നാണ് പറയുന്നത്. ഈ ബാഗിൽ ചില രഹസ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബാഗിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ ഡയറി കിട്ടിയത്. അപ്പോ ഈ കാര്യങ്ങളെല്ലാം എഴുതി ഒരു തോക്കുമായി വർഷങ്ങളായി ചിലപ്പോൾ റോയി ഇങ്ങനെ അവസരം നോക്കി ഇത് ഇപ്പൊ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ള ഒരു അവസരം നോക്കി നടന്നിട്ട് ഒരിക്കലും ശരിയാവാത്ത തലത്തിലേക്ക് കൈവിട്ട് കാര്യങ്ങൾ പോയി എന്ന് കണ്ടപ്പോഴായിരിക്കും ഇദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചത്. പിന്നെ പണത്തിന്റെ കാര്യമാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ പണം തന്ന് സഹായിക്കുന്നവരുടെ ഉദ്ദേശവും ലക്ഷ്യവും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പരിധി വരെ റോയിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. ഇനി വാങ്ങിയ പണം, ആ പണം രാജ്യവിരുദ്ധ പണമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ വഴി വന്ന പണമാണോ, ഇനി ഏറ്റവും ഇസ്ലാമിസ്റ്റുകളുടെ പണമാണോ എന്ന് പോലും നോക്കില്ല. കാരണം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതാക്കാൻ മാത്രമേ നമ്മൾ ശ്രമിക്കൂ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ റോയിക്ക് സംഭവിച്ചത് ഇത്തരത്തിൽ മരിക്കണം എന്ന് കൃത്യമായി ഈ 7 മുതൽ 9 പേജുള്ള ഡയറിയിൽ കൃത്യമായി 9 പേജ് അടക്കം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ റോയി നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ റോയിയെ വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു ചോദ്യം എന്റെ മനസ്സിൽ വരുന്നത്, എന്തിനാണ് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്? അതിനകത്തൊരു പ്രശ്നം എന്താ പറയുക, ഇപ്പൊ ഇവിടെ ഇവർ മൊഴി നൽകിയവരെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഇദ്ദേഹത്തിന്റെ മാനേജറായിട്ടുള്ള ഒരു ജോസഫ്, ഈ MD ആണ്. MD ആയിട്ടുള്ള ജോസഫ്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരനുണ്ട് CJ ബാബു. ഇരുവരും നൽകിയ മൊഴിയിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. കാരണം ഈ ബാബു ഈ പറയുന്ന റോയി ഓഫീസിലേക്ക് വരുന്നത് 3 മണിക്കാണെന്നും 3:15 ആത്മഹത്യ നടന്നെന്നും പറയുന്നു. അതല്ല 2 മണിക്ക് വന്നു മറ്റൊരു വാദമുണ്ട്. അപ്പൊ ഇവര് പറയുന്ന ഈ വാദങ്ങളും ഇവരുടെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളും തമ്മിൽ വലിയ ബന്ധമില്ല. മാത്രമല്ല ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥര് ഇതുവരെയും കാര്യമായി പ്രതികരിച്ചിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും പ്രതികരിക്കാത്തത്? കാരണം 2019 മുതൽ ഈ ആദായ നികുതി വകുപ്പിന്റെയും EDയുടെയും റഡാറിനുള്ളിലാണ് ഈ CJ റോയ്. അത് CJ റോയ് മനസ്സിലാക്കി കാണും. മാത്രമല്ല ബംഗളൂരുവിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താതെ കൊച്ചിയിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. ഇത് വലിയ സംശയത്തിനിടയാക്കുന്നു. കാരണം ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ചോർന്ന് അവിടേക്ക് എത്താൻ പാടില്ല. ഇനി മറ്റൊന്ന്, ബംഗളൂരുവിലെ SIT അന്വേഷണത്തിനിറങ്ങി അതിനെ സിദ്ധരാമയ്യ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പോലുമാണ് ഈ CJ റോയ് വിളിക്കുന്നത്. അപ്പൊ BJP-കാരുടെ ആരോപണമാണ് SIT എന്ന് പറയുന്നത് സിദ്ധരാമയ്യ ഇൻവെസ്റ്റിഗേഷൻ ടീം. കാരണം കുടുംബം പരാതി നൽകുന്നതിന് മുൻപേ കർണാടകയിലെ CID ഇതിൽ ആദ്യം അന്വേഷണം ഏറ്റെടുത്തു. പിന്നീട് അത് SIT-യിലേക്ക് പോകുന്നു. അപ്പൊ എന്താണ് കുടുംബം പരാതി നൽകുന്നതിന് മുമ്പേ കോൺഗ്രസിന് ഇത്ര ആദ്യം എന്നാണ് ചോദിക്കുന്നത് ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം നടത്താനായി? അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കേന്ദ്രം ഭരിക്കുന്ന BJP സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സോ അല്ലെങ്കിൽ EDയോ ഒക്കെ അന്വേഷണം നടത്തുവാണെങ്കിൽ BJP സർക്കാരിന്റെ കെണിയിൽ ഇയാൾ വീണു, BJP സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ വരുത്തി തീർക്കണം. ഇതാണ് ലക്ഷ്യം. തിരിച്ചടിയാണ് ഈ ഡയറി. അതെ, തിരിച്ചടിയാണ്. അപ്പോൾ ഒരുപാട് ഡയറിയിലെ കണക്കുകൾ, പണത്തിന്റെ സ്രോതസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസ് ഇതിനകത്ത് പണം പറ്റിയവരുണ്ടാകും. കാരണം ഒരു വലിയ ബിസിനസ്സുകാരനാകുമ്പോൾ രാഷ്ട്രീയക്കാർക്കൊക്കെ പണം നൽകുന്നത് സ്വാഭാവികം തന്നെയാണ്. ഇവിടെ CJ റോയി ഉപയോഗിച്ച പണത്തിന്റെ സ്രോതസ്
അതാണ് അറിയേണ്ടത്. വ്യക്തിയാണോ, നേരത്തെ തന്നെ പറഞ്ഞ പോലെ സംഘടനയാണോ നൽകിയത്? അങ്ങനെയാണെങ്കിൽ ആ സംഘടന നൽകിയ പണം ഉപയോഗിച്ച് വലിയ ബിസിനസ് ചെയ്യുകയും ആ പണത്തിന്റെ ലാഭം അവർക്ക് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കാം. പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിധ്വംസക പ്രവർത്തകർക്ക് അല്ലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരുമായിട്ട് ഒരു കൂട്ടുകെട്ട് ഈ റോയ് ഉണ്ടാക്കുന്നു എന്ന തരത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയുമായിട്ട് റോയ് നടക്കുന്നത്. ഭാവിയിൽ അനന്തരാവകാശി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്, പണം നൽകിയ കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഭാര്യയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് പണം വന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നത്, ആരാണ് തന്നത്, ഈ പണത്തിന്റെ സോഴ്സ് എന്താണ്, ഈ പണം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു, ആർക്കൊക്കെ എന്തൊക്കെ ബിനാമി ഇടപാട്, അതായത് ഫുള്ള് കാര്യങ്ങളും ഭാര്യയ്ക്ക് അറിയാം. അതായത് ഞാൻ ആത്മഹത്യ ചെയ്ത എന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ നീ വേണം ഇത് പുറം ലോകത്തെ അറിയിക്കാൻ, അല്ലെ? വളരെ കൃത്യമായൊരു നീക്കമാണ്. എന്തായാലും ഈ CJ റോയ് ഇരുട്ടിനെ ഭയപ്പെട്ട് കുറെ കാലമായിട്ട് നടക്കുന്നു. ഇവിടെ ആദായ നികുതി വകുപ്പിന്റെ അല്ലെങ്കിൽ EDയുടെ ഒരു അന്വേഷണത്തിന്റെ റഡാറിലേക്ക് വന്നപ്പോൾ ഇത് കൃത്യമായിട്ട് ഇന്ന നിലയിലേക്ക് കൈ ചൂണ്ടുന്നു എന്ന് CJ റോയ്ക്ക് മനസ്സിലായി. ഈ താൻ കെട്ടിപ്പടുത്ത ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കി വെച്ച ഈ ഇമേജ് പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായിട്ട് താൻ ജയിലിലേക്ക് പോകുന്ന അദ്ദേഹത്തിന് ഒരുപക്ഷെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ജീവൻ ഒടുക്കിയതായിരിക്കാം. അങ്ങനെ ജീവൻ ഒടുക്കിയാലും പിന്നീട് തന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഭാര്യയ്ക്ക് അറിയാമെന്നും ഭാര്യ പിന്നീട് അത് വെളിപ്പെടുത്തും. കാരണം ഭാര്യയുടെ അടുത്ത് പെട്ടെന്ന് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റൊന്നും ചോദിക്കില്ലല്ലോ. അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ CJ ബാബുവും ഈ പറയുന്ന ജോസഫും ഒക്കെ എന്തിനാണ് പരസ്പര വിരുദ്ധമായ മൊഴി പോലെ ചില കാര്യങ്ങൾ പറയുന്നത്? ആ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ചൂണ്ടുവിരലായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒളിപ്പിക്കാൻ ഈ പറയുന്ന CJ റോയുടെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട ചിലർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാനും പാടില്ല. എന്തായാലും ജോസഫ് അങ്ങനെ എന്തെങ്കിലും ഒളിപ്പിച്ചാൽ അത് ജോസഫ് ഒളിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നേരെയുള്ള അമ്പാണ് എങ്കിൽ ഇപ്പൊ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ED IT ഉദ്യോഗസ്ഥർ അവർ ഇതിൽ നിന്ന് ഊരി, കാരണം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്ത സ്ഥിതിക്ക്. അപ്പോ ചോദ്യം വരുന്നത് ജോസഫ് എന്തിന് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.